ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനിടയിലാണ് ലെബനോനിലെ അമേരിക്കൻ എംബസിയിൽ ആക്രമണം അരങ്ങേറിയിരിക്കുന്നത്. സുരക്ഷാ സേനയുടെ ഇടപെടൽ മൂലം വലിയ ദുരന്തമാണ് ഒഴിവായത്. ആക്രമണത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. മറ്റ് നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എംബസി പുറത്തുവിട്ടിട്ടില്ല. US എംബസിയുടെ പ്രവേശന കവാടത്തിൽ വെച്ച സുരക്ഷാ സേന അക്രമികളെ പ്രത്യാക്രമണത്തിലൂടെ നേരിടുകയായിരുന്നു. അറബിയിൽ ഇസ്ലാമിക് എന്നെഴുതിയ വസ്ത്രമിട്ടായിരുന്നു അക്രമി എത്തിയതെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു. എംബസി ആക്രമണത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രിയുമായും സുരക്ഷാ സേനയുമായും ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണെന്ന് ലെബനോൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി വ്യക്തമാക്കി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. സിറിയൻ പൗരനായ ഒരു അക്രമി സുരക്ഷാ സേനയുടെ കസ്റ്റഡിയിലാണ്. സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട ആക്രമികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ഹിസ്ബുള്ളയുമായുള്ള ഇസ്രായേൽ സംഘർഷത്തിന്റെ ഭാഗമായി ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്ത് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറിയിരിക്കുന്നത്.